ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്ന യൂസ് എഫക്റ്റിന്റെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എഫക്റ്റ് ഡിപ്പെൻഡൻസി നോക്കിയായിരുന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് യൂസ് എഫക്റ്റിനെ പറ്റി. അപ്പൊ ഞാനിവിടെ ഡിലീറ്റ് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്. അത് ആക്ച്വലി നമ്മളത് പോപ്പപ്പ് ആണ്. ഇത് ആക്ച്വലി ഇതിന്റെ കോമ്പോണന്റ് ആണ്. ഈ പോപ്പപ്പിന്റെ കോമ്പോണന്റ് ആണ് ഇത്. ഇവിടെ ഞാനൊരു കോഡ് ഞാൻ എഴുതാൻ പോവാം. ഇപ്പൊ ഒരു എന്തെങ്കിലും ഞാനിവിടെ സെറ്റ് ടൈം ഔട്ട് സെറ്റ് ടൈം ഔട്ടിനകത്ത് ഞാനൊരു ഈ ഒരു ഫംഗ്ഷനെ വിളിക്കാം ഓൺ കൺഫേം എന്ന് പറഞ്ഞാൽ ഓക്കെ അടിക്കുമ്പോൾ ആക്ച്വലി ഇത് ഡിലീറ്റ് ആയി പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്ത പ്ലേസിനെ അങ്ങ് പിടിച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ ഞാൻ ഈ ഓൺ കൺഫേം എടുത്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് വിളിക്കേണ്ട ടൈം എന്ന് പറയുന്നത് സപ്പോസ് ഇപ്പൊ എനിക്കൊരു 3 സെക്കൻഡ് എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഈ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ അങ്ങ് ട്രിഗർ ചെയ്ത് പോകും. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ഇവിടെ ഈ ഡിലീറ്റ് കൺഫർമേഷൻ ഈ കോമ്പോണന്റ് ഫസ്റ്റ് ടൈം തന്നെ റെൻഡർ ചെയ്ത് വരും. അതായത് ഈ app.jsxനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡൽ എന്ന് പറഞ്ഞ കോമ്പോണന്റിനകത്ത് തന്നെ ഈ ഡിലീറ്റ് കൺഫർമേഷൻ എന്ന് പറഞ്ഞ കോമ്പോണന്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് ടൈം തന്നെ ഈ കോമ്പോണന്റ് റെൻഡർ ചെയ്ത് വരും. റെൻഡർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഔട്ട് വിളിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു കോമ്പോണന്റ് എപ്പോഴാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, മോഡൽ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബൂളിയൻ വേരിയബിൾ. അത് വെച്ചിട്ട് നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ഈ മോഡൽ ഓപ്പൺ ആണെങ്കിൽ, ഇവിടെ മോഡൽ ഓപ്പൺ ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഒരു നമ്മൾ ട്രിഗർ ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡിലീറ്റ് കൺഫർമേഷൻ JSXനകത്തോട്ട് ഈ കോഡ് അങ്ങ് റെൻഡർ ചെയ്യും. എപ്പോഴാണ് ഈ മോഡൽ ഓപ്പൺ ട്രൂ ആകുമ്പോൾ. നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലേസ് ഇവിടെ വന്നു. ഒരു 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്തില്ല, യെസ് ബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്തില്ല. അപ്പോഴെന്നെ പ്ലേസ് അങ്ങ് റിമൂവ് ആയി. കാരണം ഓൺ കൺഫേം 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഓൺ കൺഫേം ബട്ടൺ അങ്ങ് ക്ലിക്കായി ട്രിഗർ ചെയ്യും. ഓക്കെ, സോ ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് എഫക്റ്റ് യൂസ് ചെയ്യും. അതായത് ഈ ഒരു കോമ്പോണന്റ്, അതായത് ഈ ഒരു ടൈം ഔട്ട് നമ്മൾ ഈ ഒരു സെറ്റ് ടൈം ഔട്ട് നമ്മൾ യൂസ് എഫക്റ്റിനകത്തോട്ട് വിളിക്കും. ഓക്കെ, സോ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോമ കൊടുത്തിട്ട് എം ടി ഡിപ്പെൻഡൻസിയാണ് കൊടുക്കുന്നത്. സോ എം ടി ഡിപ്പെൻഡൻസി ആയതുകൊണ്ട് ഇത് 1 ടൈം മാത്രമേ ട്രിഗർ ചെയ്യത്തുള്ളൂ. ഇനി ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നോ കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ ആക്ച്വലി പ്ലേസ് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. കാരണം ഞാൻ നോ അടിച്ചിട്ട് പോലും എനിക്കിവിടെ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയിപ്പോയി. സോ ആക്ച്വലി ഈ സെറ്റ് ടൈം ഔട്ട്, ഈ ടൈം ഔട്ടിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ ടൈം ഔട്ട് വിളിക്കണം. സോ ഇതൊരു ആക്ച്വലി മെമ്മറി ലീക്കേജ്. സോ യൂസ് എഫക്റ്റിനകത്ത് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതായത് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി ലീക്കേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. സോ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ക്ലീൻ അപ്പ് ഫംഗ്ഷനെ നമ്മളിവിടെ യൂസ് ചെയ്യും. സോ ക്ലീൻ അപ്പ് ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഞാനിത് console.log യൂസ് എഫക്റ്റ്, ഇത് യൂസ് എഫക്റ്റിനകത്ത് ഇപ്പൊ ക്ലീൻ അപ്പ് ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഒരു റിട്ടേൺ ടൈപ്പ് ഞാനിവിടെ യൂസ് ചെയ്യും. റിട്ടേൺ ഇങ്ങനെ ഒരു റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ട് ഞാൻ ഈ console.log ഇവിടെ വെച്ചിട്ട് തന്നെ ഞാനിവിടെ ക്ലിയർ ടൈം ഔട്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. സോ ക്ലിയർ ടൈം ഔട്ടിനകത്ത് നമ്മളൊരു വേരിയബിൾ പാസ് ചെയ്യണം. അതായത് ഈ സെറ്റ് ടൈം ഔട്ടിനെ പിടിച്ചങ്ങ് ക്ലിയർ ചെയ്യണം. സോ അതുകൊണ്ട് നമ്മളിവിടെ ഒരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കും.
കോൺസ്റ്റ് ടൈമർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അങ്ങ് കൊടുക്കും. എന്നിട്ട് ഈ ടൈമറിനെ പിടിച്ച് ഞാനിവിടെ ക്ലിയർ ടൈം ഔട്ട് എന്ന് പറഞ്ഞു. സോ ഇത് ആക്ച്വലി ഇതൊരു ക്ലീനപ്പ് ഫംഗ്ഷൻ ആണ്. സോ ക്ലീനപ്പ് ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് മെമ്മറി ലീക്കേജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇതൊരു ക്ലീൻ ആക്കി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സോ പ്ലേസസ് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മുടെ കറണ്ട് ലൊക്കേഷൻ, ബ്രൗസറിന്റെ കറണ്ട് ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, വന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്ന പ്ലേസുകളെല്ലാം ക്ലിക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത യൂസ് എഫക്റ്റിനകത്തോട്ട് കയറി നോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലീൻ അപ്പ് ആയി. ഓക്കെ, സോ നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ഫംഗ്ഷനെ ഇതിനകത്ത് കയറ്റി നമ്മൾ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിയർ ടൈം ഔട്ട് എന്ന് വിളിക്കാം. സോ ഈ ക്ലീൻ അപ്പ് ഫംഗ്ഷൻ നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും API സബ്സ്ക്രൈബ് ചെയ്ത് അത് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അതിലേക്ക് ഈവന്റ് അൺസബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ടൈം ഔട്ടും ഇന്റർവെലിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്ലീൻ അപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ക്ലീൻ അപ്പ് ഫംഗ്ഷന്റെ യൂസ് എന്ന് പറയുന്നത് ഈ മെമ്മറി ലീക്കേജസും അതുപോലെ തന്നെ പെർഫോമൻസിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലീൻ അപ്പ് ഫംഗ്ഷൻ നമ്മൾ യൂസ് എഫക്റ്റിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. സോ എവിടെയെങ്കിലും നമുക്ക് ഈ മെമ്മറി ലീക്കേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവന്റോ അല്ലെങ്കിൽ API വിളിക്കുമ്പോൾ നമ്മൾ ഈ ക്ലീൻ അപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്.